വാൽപ്പാറ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേദനയോടെ വിട നൽകി നാട്. പരുക്കേറ്റ 4 പേരിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. സ്കൂളിൽ പകരം അധ്യാപകരെ നിയമിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുതിയ ദൃശ്യങ്ങൾ പുറത്ത്. പ്രിൻസിപ്പൽ കയർക്കുന്ന ദൃശ്യങ്ങൾ മരണത്തിന് തൊട്ടു മുൻപുള്ളത്. കേസിൽ ലോൺ ആപ്പ് നടത്തിപ്പുകാരായ 3 പേരെ സാഹസികമായി പിടിച്ച് പോലീസ്. അഞ്ചരക്കണ്ടി കോളേജിലെ ഓർത്തോഡോന്റിക്സ് വിഭാഗത്തിലെ എല്ലാ ജീവനക്കാരും രാജിവെച്ചു. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം ഉരുണ്ടുകൂടുന്നു. ഉപരോധം പിൻവലിച്ചില്ലെങ്കിൽ ഹോർമുസ് വീണ്ടും അടയ്ക്കുമെന്ന ഭീഷണിയുമായി ഇറാൻ. 2ാം ഘട്ട ചർച്ച പരാജയപ്പെട്ടാൽ വെടിനിർത്തൽ കാലയളവ് നീട്ടില്ലെന്ന് ട്രംപ്. ഇറാന് മേലുള്ള ഉപരോധം നീളുമെന്നും മുന്നറിയിപ്പ്. കൊടും ചൂടിൽ ചുട്ടുപൊള്ളി കേരളം. താപനില ഉയർന്നു നിൽക്കുന്നത് അസഹനീയമായ ചൂടിന് കാരണമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. എൽ നിനോ പ്രതിഭാസം വേനൽ മഴ കുറയ്ക്കുമെന്നും മുന്നറിയിപ്പ്. വനിതാ സംവരണ ബില്ലിന്മേൽ പോര് തുടർന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും. ജനാധിപത്യത്തിന്റെ വിജയമെന്ന് പ്രതിപക്ഷം. പ്രതിപക്ഷത്തിന് രാജ്യത്തെ സ്ത്രീകളുടെ രോഷം നേരിടേണ്ടി വരുമെന്ന് BJP. പഴയ വനിതാ സംവരണ ബിൽ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകുമെന്ന് പ്രതിപക്ഷം. രാജ്യവ്യാപക പ്രചാരണത്തിന് BJP. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസില്ല. കോടതി ഉത്തരവുണ്ടെന്ന് മധ്യപ്രദേശ് പോലീസിനെ അറിയിച്ചെന്ന് കമ്മീഷണർ. സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും പോലീസ്. കേരളത്തിൽ ഹിന്ദു പെൺകുട്ടികൾ വേട്ടയാടപ്പെടുന്നുവെന്ന് BHP. വിഷു ആശംസാ പോസ്റ്ററിൽ ശ്രീകൃഷ്ണനെ അപമാനിച്ചതിൽ പ്രതിഷേധം തുടരുന്നു. ചേർത്തലയിലെ ഹോട്ടലിന് പോലീസ് സുരക്ഷ. മാപ്പ് പറഞ്ഞ് ഹോട്ടൽ ഉടമകൾ. കർശന നടപടി വേണമെന്ന് BHP.